ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽക്കം ബാക്ക് അല്ല, വെൽക്കം ആണ്. ഫസ്റ്റ് വീഡിയോ ആണ്. യെസ്, നമ്മളിവിടെ ഓർഗാനിക് ക്രിമറിയിൽ നിന്ന് ഐസ്ക്രീംസ് കഴിക്കുകയാണ് ഗൈസ്. അവർ വളരെ ബുദ്ധിപൂർവ്വം കറക്റ്റ് ബസ്സിൻ്റെ ബോർഡിംഗ് പോയിന്റിൽ തന്നെ അവർ ഷോപ്പ് തുടങ്ങി. ഗുഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഞാനൊരു ടെൻഡർ കോക്കനട്ടും ഞാൻ മറ്റേ വാനില ബ്രൗണി സംതിങ് നല്ലതാണ്. ഞങ്ങൾക്ക് 3/4 മണിക്കൂർ പോസ്റ്റിന് ശേഷം ഞങ്ങൾ ബസ് കയറാൻ പോവുകയായിരുന്നു. എന്നിട്ട് ഈസ പറയുന്നു ഇത് റോയൽ റിച്ച് ഇന്ത്യ. യെസ്, നമ്മുടെ ബസ് വന്നിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ് കയറി കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഒരു അരമണിക്കൂറിൽ ഫ്ലാറ്റായി. എല്ലാവരും നല്ല ടയർഡായിരുന്നു. അങ്ങനെ 10-10:30 ആയപ്പോൾ ഞങ്ങൾ വൈറ്റ് ലൈനിലെത്തി. പിന്നെ ഒരു ഓട്ടോ പിടിച്ച് ട്രീസയുടെ അവിടെ പോയി. അപ്പോൾ നമ്മൾ ട്രീസയുടെ വീട്ടിലെത്തി, ഫ്രഷായി. ഇപ്പോൾ കൊച്ചിയിലാണല്ലേ? അതെ അതെ അതെ. കൊച്ചിയിൽ ഞങ്ങൾ ഇനി കുറച്ച് ഡ്രസ്സസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. 2 മില്യൺ അല്ലേ ഫസ്റ്റ് സ്റ്റോപ്പ്? മില്യൺ. പക്ഷെ മില്യൺ, യെസ്. അത് കഴിഞ്ഞ് പിന്നെ വേറെ കുറച്ച് കടകളിലൊക്കെ പോകണം. ചിലപ്പോൾ മില്ലനൊക്കെ ഇത് കഴിയുമ്പോഴത്തേക്കും മൈമുൻ്റെ വ്ളോഗ് അറിയാൻ കഴിയുമ്പോഴേക്കും ഒരു 100 പേരെങ്കിലും ഇത് കാണണം കേട്ടോ. ഓക്കെ ഗൈസ്, ബൈ. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം പോകുന്നത് വിചാരിച്ചാൽ മിലനാണ്. ആൻഡ് മില്ലിന് തൊട്ടടുത്ത് തന്നെയാണ് ഗുഡ്വിൽ. സോ ഞങ്ങൾ വിചാരിച്ചു അവിടെ ഒന്ന് കയറി കളക്ഷനൊക്കെ നോക്കിയിട്ട് പിന്നെ അപ്പുറത്തോട്ട് പോകാമെന്ന്. ആൻഡ് സത്യം പറഞ്ഞാൽ അടിപൊളി കളക്ഷനാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ഭയങ്കര വെറൈറ്റീസ്. ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം വിസിറ്റിംഗ് ഗുഡ്വിൽ ആൻഡ് ഐ എം പ്രിറ്റി ഇംപ്രസ്ഡ്. ഞങ്ങളിങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി വെക്കുമായിരുന്നു. ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ച് വന്ന് ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് ടൈം ഞങ്ങളിങ്ങനെ നെറ്റിപ്പട്ടം ഇടണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹത്തിലായിരുന്നു. ഇതുവരെ ഇട്ടിട്ടില്ല. ഐ തിങ്ക് ഇറ്റ്സ് നെറ്റിപ്പട്ടം വെച്ച് ഇട്ടിയായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ ആ ഓപ്ഷൻസ് കൂടെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഗൈസ്, ഞങ്ങൾ ഗുഡ്വില്ലാണ്. ഇവിടെ ഞങ്ങളൊരു മോതിരം എടുത്തിട്ട് ഇറങ്ങുക അല്ലേ. നമ്മളിപ്പോൾ കാഞ്ചീപുരത്താണ് ഗൈസ്. ആര്യൻ്റെ കടയാണ്. ആര്യ ഇവിടെ ഉണ്ട്. ആര്യ ഇല്ല, ആര്യൻ്റെ ഓഫീസ് ഉണ്ട് ഇവിടെ. യെസ്, ദേവുവിന് സാരി നോക്കുകയാണ്. പക്ഷെ അത് സാരി കാണിക്കാൻ പറ്റില്ല. അല്ല, കാണിച്ചു ഞാൻ ഓൾറെഡി. പക്ഷെ അത് എടുക്കില്ലായിരിക്കും. മോസ്റ്റ്ലി നോ. സ്റ്റേറ്റുണ്ട്. ഞങ്ങളെല്ലാ ഇവിടെ കല്യാണ സാരി നോക്കാൻ പറ്റുന്ന എല്ലാ കടയിലും പോയി നോക്കുന്നുണ്ട്. മില്ലിന് എന്താ അഭിപ്രായം? കുഴപ്പമില്ല, നല്ല കളക്ഷൻസ് ഉണ്ട് ആക്ച്വലി. അവിടുത്തെ കാട്ടിലും ഇവിടെ കുറച്ചുകൂടെ കളക്ഷൻ ഉണ്ട്. ദൂരെ തോന്നുന്നു ബ്രൈഡൽ കളക്ഷൻ. നമ്മളൊരു 1.5 മണിക്കൂർ കാഞ്ചീപുരത്ത് സാരിയൊക്കെ നോക്കി. സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ സാരി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ചില്ലി റെഡ് സാരിയായിരുന്നു. അതിനകത്ത് ആ ഗോൾഡൻ ഡിസൈൻ വാസ് ഓൾസോ വെരി പ്രിറ്റി. ആ കളർ നല്ല എടുത്തറിയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതിനെ വെച്ച് നോക്കി ഇതൊക്കെ ചേരുന്നുണ്ടോ എന്നറിയാൻ. സോ കാഞ്ചീപുരത്തും അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 2:30-3 മണിയായി. നല്ല വിശന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലുള്ള അരിപ്പ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയി. ആൻഡ് വി ഹാഡ് ഗുഡ് ബിരിയാണി. യെസ്, ചേച്ചിയുടെ കല്യാണം. എനിക്ക് ഇതിട്ടിട്ട് ലൈറ്റ് ആവണം. അത് വെച്ചിട്ട് ഡാർക്കായിട്ട് ഇങ്ങനെ വേണം. ക്രയോൺ വെച്ച് വരയ്ക്കുന്നതാണ്. ഞങ്ങളങ്ങനെ അരിപ്പയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. ആൻഡ് അടുത്തൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് നമുക്ക്. മാഡം എവിടെ പോവാ? ഞങ്ങൾക്ക് നേരെ ബാംഗ്ലൂർ പോകണമായിരുന്നു. ഒരു ഓട്ടോഗ്രാഫ് തരുമോ മാഡം? ഞാൻ ഡ്രൈവറാണ്. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഇന്നത്തെ ഫൈനൽ സ്റ്റോപ്പിലൂടെ ഞങ്ങൾ യാത്രയായി ടു അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ്. ഇവിടെയും അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സെറ്റ് മുണ്ടും സാരിയൊക്കെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തു. പക്ഷേ അങ്ങനെ മനസ്സിനിണങ്ങിയൊരു ടൈപ്പ് കിട്ടിയില്ല. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്നത്തെ ഷോപ്പിംഗ് ഒക്കെ നിർത്തി വീട്ടിൽ പോയി. ഹലോ, അപ്പം ഞങ്ങൾ ഭയങ്കര ടയേർഡായി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ്. ആൻഡ് ഇപ്പം ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് തിരിച്ച് ആലപ്പുഴ പോവാണ്. വെൽക്കം ടു ഡേ 2 ഓഫ് ദേവൂസ് വെഡിങ് ഷോപ്പിംഗ്. 2 സ്പോട്ട്സ് ആയിരുന്നു കവർ ചെയ്യാനുള്ളത്, എം ലോഫ്റ്റ് ആൻഡ് മഹാലക്ഷ്മി സിൽക്സ്. സോ ലെറ്റ്സ് ഗോ. ഗൈസ്, ഇതാണ് ചേച്ചിയുടെ പെയിൻറ്റിങ് കളക്ഷൻ. വെരി പ്രിറ്റി ആൻഡ് ക്രിയേറ്റീവ് അല്ലേ ട്രീസ? നമ്മൾ ഡേ 2 ഓഫ് വെഡിങ് വ്ളോഗാണ്. ഇതുപോലൊരു ഓർഗനൈസർ താങ്കൾക്ക് മേടിക്കാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, എനിക്ക് വന്നല്ലോ. വെരി പ്രിറ്റി.
ഇതായിരിക്കും നല്ലത്. ഒരു ബാലാണ് ഈ സെലക്ട് ചെയ്തത്. സെലക്ട് അല്ല, ഗിഫ്റ്റ്. അങ്ങനെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും കുറച്ച് ലേറ്റായി, സാധാരണ പോലെ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ ഷടപടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാറായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അടുത്തുള്ള ചേച്ചിയുടെ കുടുംബക്ഷേത്രത്തിൽ പോയി കാണിക്കുകയൊക്കെ ഇട്ടൊന്ന് പ്രാർത്ഥിക്കാൻ. ആൻഡ് ഇറ്റ് വാസ് എ വെരി നൈസ് സ്പോട്ട്. ഞങ്ങൾക്ക് വൈകിട്ട് നേരത്തെ വന്നാൽ ഇവിടെ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് പറ്റിയില്ല. യെസ്, അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ടു, കുറച്ച് നേരം ഇവിടെയൊക്കെ ഒന്ന് ചില്ല് ചെയ്തു, ഒരു 5-10 മിനിറ്റ്സ്. പിന്നെ ഞങ്ങൾ നടന്നു, കാരണം ഓൾറെഡി കുറച്ച് ലേറ്റായിരുന്നു ഞങ്ങളുടെ എത്താൻ. ആൻഡ് ദിസ് ബാലാസ് ഹൗസ് എന്ത് പ്രകൃതി രമണീയമാണല്ലേ, സോ പ്രിട്ടി. ഒരുപാട് ചെടികളും താറാവ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ ആകെ 1.5 ദിവസത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വി ഡെഫിനറ്റ്ലി കമ്മിങ് ബാക്ക്, ഒന്ന് റിലാക്സ് ചെയ്തൊരു വീക്കെൻഡൊക്കെ ഇവിടെ ചില്ല് ചെയ്തിട്ട് പോവാൻ. ആൻഡ് നൗ വി ആർ ഓൺ ദ വേ ടു എം ലോഫ്റ്റ്. ആൻഡ് നല്ല കാഴ്ചയായിരുന്നു 2 സൈഡിലും പോകുന്ന വഴി. ഇന്ന് എടുത്തിരിക്കുന്ന ഇന്ന് നമ്മൾ എം ലോഫ്റ്റിലെത്തിയിരിക്കുന്നു. ഇന്നെങ്കിലും ഇന്നെങ്കിലും ഇന്ന് നമ്മളെടുക്കും. യെസ്, നല്ല ഡ്രസ്സ്. പൂരത്തിൻ്റെ ആളാണ് കഴിച്ചത്. പക്ഷേ കൊള്ളാം. നമ്മൾ ഇന്നലെ കണ്ടതിനേക്കാളും കളക്ഷൻസ് ഇവിടെ ഉണ്ട്. കുറേ കൂടി ഡിസൈൻസും ഉണ്ട്, പാറ്റേൺസും ഉണ്ട്. പിന്നെ തിരക്കാണ്, ബിക്കോസ് എനിക്ക് തോന്നുന്നു എത്ര ആൾക്കാർ വരുന്നുണ്ടാണ്. പക്ഷെ കൊള്ളാം. സാരി ഷോപ്പിംഗ് ഓവർ. അങ്ങനെ നമ്മൾ ഒരു സ്പോട്ടിൽ, അതായത് മഹാലക്ഷ്മി സിൽക്സിന് നമുക്ക് സാരിയും സെറ്റ് മുണ്ടല്ലേ കിട്ടിയിരിക്കുന്നത്. എന്താണ് വെഡിങ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്? കാരണം സിമ്പിൾ സാരീസ്. നമ്മൾ എത്ര കട ഇപ്പോൾ ഒരു 5-6 ഷോപ്സ് നമ്മൾ പോയിട്ടുണ്ടാവില്ലേ? പക്ഷെ നമുക്കിവിടെ കിട്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒന്നും. എല്ലാവരും ഇരിക്കണം. അത് ആക്ച്വലി വളരെ ശരിയാണ്. ചിലതിനകത്ത് പൂവ്, ചിലതിനകത്ത് വലിയ പൂവ്, ചിലതിനകത്ത് ചെറിയ പൂവ്, ചിലതിനകത്ത് ട്രയാങ്കിള്, ചിലതിനകത്ത് റെക്ടാങ്കിള്, സ്ക്വയർ, ഒരു വ്യത്യാസമില്ല, എല്ലാം ഒന്നാണ്. സെയിം റെഡ് ഫ്ലൈ അതുപോലെയൊക്കെയാണ്. റെഡ് സാരി വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി പോയി. അതും പല പല ഷെയ്ഡ്സ് റെഡ്. അതുകൊണ്ട് കൈ കിട്ടിയ കൊള്ളാവുന്ന റെഡ് സാരി എടുത്ത് ഞാൻ പോവാണ്. പക്ഷെ കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആണ്. നേരത്തെ സാരി തപ്പാം. അതിൽ നമുക്കെന്ത് മനസ്സിലാക്കാം? കുറച്ച് നേരത്തെ ഇതൊക്കെ നോക്കിക്കൊണ്ടേ കൊള്ളാം. ഇപ്പൊ ചേച്ചിയുടെ വീട്ടിലെ പാടത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു. Very beautiful house, beautiful. വെരി പ്രകൃതി രമണീയം ഗൈസ്. സോ പ്രിറ്റി.